യെസ്, വാഴ 2 ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന ടാഗ്ലൈനോട് വരുന്ന വാഴ 2ൻ്റെ ട്രെയിലർ റിവ്യൂ. വാഴ 2 വാഴ ഒന്നാം ഭാഗത്തിൻ്റെ അവസാനം തന്നെ അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഒരു ഇൻഫർമേഷനും കൊടുത്താണ് സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. അന്ന് തൊട്ട് രണ്ടാം ഭാഗത്തിൻ്റെ അപ്ഡേഷൻ, ഷൂട്ടിങ്സിൻ്റെ കാര്യങ്ങൾ എന്തായെന്നൊക്കെ ഉള്ള ഒരു അന്വേഷണം സോഷ്യൽ മീഡിയയിൽ വാഴ ഫാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ മുമ്പേക്ക് അവസാനത്തെ സംഭവമായ ട്രെയിലർ ഇറക്കിയിട്ടൊക്കെയാണ്. ഏപ്രിൽ 2 സിനിമ റിലീസാണ്. അപ്പോൾ ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള ട്രെയിലർ എന്നും പറഞ്ഞ് ഒന്നാം ഭാഗത്തിൻ്റെ ഒരു ഹൈപ്പോട് കൂടിയ ട്രെയിലർ വന്നിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈബ് ട്രെയിലർ കണ്ട സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും, പക്ഷേ സിനിമയ്ക്ക് ഒരു വകയ്ക്കുള്ളൊരു സ്കോപ്പുണ്ട് പടത്തിനകത്ത്. പടം ഒരു പ്രതീക്ഷ മികച്ച പടമായിരിക്കും. ഒരു യുവജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി പറ്റുന്ന സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഹാഷിർ മാത്രമാണ് ഈ ഒരു സിനിമയുടെ എന്ന് വെച്ചാൽ ഒരു പബ്ലിസിറ്റി എന്നൊക്കെ പറയാം. ഹാഷിറിൻ്റെ ഒരു ടാഗ്ലൈനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. അതൊന്നിലും അങ്ങനെ തന്നെ, ഒന്നിലും ഇത്രയും അനവധി താരനുണ്ടെന്നെങ്കിൽ പോലും ഹാഷിറിനെ കാണാൻ വേണ്ടി, ഹാഷിറിൻ്റെ ഒരു പ്രസൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം കൊണ്ടാണ് ഈ സിനിമ വാഴ എന്നൊരു പടത്തിലേക്ക് ആൾക്കാരെ ആകർഷിച്ചതും യുവജനങ്ങളെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തിരി യൂട്യൂബിലൊക്കെ ഹാഷിറിൻ്റെ ഫാൻസുള്ളതിലേക്ക് ആകർഷിച്ച കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ല, ഹാഷിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരനാണ്, വർക്കല സ്വദേശിയാണ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് അങ്ങനെയാണ് സിനിമയുടെ ഒരു ഹൈപ്പ് പോണത്. ഈ സിനിമയിലും വാഴ എന്ന് പറഞ്ഞ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്നിടത്ത ഒരു പാച്ച് തന്നെയാണ് അച്ഛൻ മക്കൾ കോംബോ, മകൻ കോംബോ, സ്നേഹം, എതിർപ്പുകൾ, പിന്നെ അവർക്ക് വരുന്ന കുറേ പരാജയങ്ങൾ, ഉയർച്ചകൾ, അവരുടെ ജീവിതങ്ങളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ദൃശ്യം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ മൂന്നാം ഭാഗത്തിനോടൊപ്പം സിനിമ ഇറക്കാൻ വേണ്ടി ഇരുന്നു. പക്ഷേ ദൃശ്യം ഡേറ്റ് മാറ്റിയത് ഇപ്പോൾ എന്തെങ്കിലും വാഴയ്ക്കൊരു യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ അൽഫോൺസ് പുത്രൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പ്രേമ സിനിമയുടെ റെഫറൻസ് വെച്ചാൽ അൽഫോൺസ് പുത്രനെ കാണിക്കുന്നുണ്ട്. പിന്നെ വിജയ് ബാബു, അജു വർഗീസ്, അങ്ങനെ സീനിയർമാർ, ബിജുക്കുട്ടൻ ഒരു റോള് മികച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഹാഷിറിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരേ എൻ്റർടൈൻമെൻറ്റ്, ഒരു ക്യാമ്പസ്, സ്കൂള്, അങ്ങനെയൊക്കെ മാറി പോകുന്ന ട്രെയിലർ പിന്നെ പാതിക്കൊച്ചങ്ങ് സീരിയസ് ആവുകയാണ്. ആ ഒരു സീക്വൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രെൻഡിങ് ആവുന്നുണ്ട്. സാബിർ ആൻഡ് ഗ്യാങ്, പിന്നെ അങ്ങനെ ഒരുപാട് പുതിയ യൂട്യൂബേഴ്സിൽ വരുന്ന കുറച്ച് ടീമുകളെ കൂടെ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ഹാഷിറും ഗ്യാങ്ങുകളൊക്കെ യൂട്യൂബിലെ കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ ഇത്തവണ 2-3 കണ്ടൻറ് ക്രിയേറ്റേഴ്സും കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പടം തയ്യാറാക്കുന്നത്. പിന്നെ പ്രണയത്തിനും സൗഹൃദത്തിനുമൊക്കെ ഒരു വാല്യൂ കൊടുത്ത് ഇന്ന തലമുറയുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ള ഒരു സൂചിപ്പിക്കുന്ന വാഴയുടെ പാറ്റേൺ പിടിച്ച് തന്നെയാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ട്രെയിലർ ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. എനിക്കറിയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ വാഴ സിനിമയിലെ ആ ഒരു കഥാപാത്രങ്ങൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ബിക്കം എ മോർ ഹാപ്പി എന്ന് ഞാൻ പറയും. ആ താരങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ അതൊരു മികച്ച ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കാര്യം മാത്രമല്ല. വാഴയിലെ ആദ്യ കഥാപാത്രങ്ങളുടെ ഏതെങ്കിലും ഒരു സീക്വൻസ് വന്നു പോകുന്നുണ്ടെങ്കിൽ അതൊരു സിനിമയ്ക്കൊരു ഹൈപ്പ് കൂട്ടുന്ന കാര്യം കൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് നല്ലൊരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞത്. നല്ലൊരു ട്രെയിലറായിരുന്നു. ഹാഷിറും ഗ്യാങ്ങിനെയൊക്കെയും ബാക്കിയുള്ള സാർക്കും എല്ലാവരും വെച്ചുണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഹാഷിറാണ് ഗ്യാങ്ങിനെ, അവർക്ക് അവരുടെ മറ്റൊരു തലത്തിലേക്ക് അവരെ കൊണ്ടുവന്നൊരു സിനിമയായിട്ട് മാറട്ടെന്നുള്ള കാര്യം മാത്രമേ പറയുള്ളൂ. സോ ഇതാണ് വാഴ 2 ബയോപിക്സ് ഓഫ് എ ബില്യൺസ് ഓഫ് ബ്രോസിൻ്റെ ട്രെയിലർ റിവ്യൂ. ഇത്രയുള്ളൂ പറയാനായിട്ട്.